ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓർ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഫീലിങ്സ്, ഇമോഷൻസ് എന്തൊക്കെയാണ്. ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ. current feelings of your person. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മറ്റു വ്യക്തിയിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ വ്യക്തി അത്യധികമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൊരു ടൈം ആയിരിക്കുന്നു എന്നുള്ളത് ഈ വ്യക്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വ്യക്തിയുടെ ചിന്തകളിലൊക്കെയും ആ ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഓൾറെഡി ഒത്തിരി നാളുകളായിട്ടും സെപ്പറേറ്റഡ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇനിയും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒട്ടും വൈകാതെ തന്നെ ഇത് ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരണം എന്നൊക്കെ ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ലവ് യു സോ മച്ച്, വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളാണ് ആ വ്യക്തിയോട് പിണങ്ങിയിരിക്കുന്നത്. എന്തിനാണ് അവരുടെ ഹൃദയം ഇങ്ങനെ തകർത്തത്? ഓക്കെ, ഇത്രയും ഒരു ബ്രേക്കപ്പ് ഉണ്ടാക്കി ഇത്രയും ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോയി നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതൊക്കെയും ആ വ്യക്തി അത്രയും ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ് നിങ്ങളെ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? നിങ്ങളൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടാവാം. ഒത്തിരി നാൾ ആ വ്യക്തിയെ ഫോളോ ചെയ്ത് നിങ്ങളിപ്പോൾ യാതൊരു ആക്ഷൻ എടുക്കാതെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ വ്യക്തിയെ കൂടുതലായിട്ട് വേദനിപ്പിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ഇപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരുപാട് ലെസൺസ് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. അവരുടെ മെമ്മറീസിലെല്ലാം തന്നെ നിങ്ങൾ മാത്രമാണുള്ളത് എന്നവർ വ്യക്തമാക്കുകയാണ്. ആൻഡ് അവരുടെ ജീവിതത്തിലെന്ന് പറയുന്നത് ഐ നെവർ ഇമാജിൻ അവർ റിലേഷൻഷിപ്പ് വിൽ എൻഡ് ലൈക്ക് ദിസ്. ഇതുപോലെ ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് പോലും ആ വ്യക്തി ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ കൂടുതൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട്, അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട്. എത്ര നിങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നാലും 24/7 ഇപ്പോൾ എപ്പോഴും നിങ്ങൾ നേരിട്ട് കണ്ട ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾ രണ്ടുപേരും. അല്ലെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിലെപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇഷ്ടം, ആ ഒരു പ്രസൻസൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, അവർ നിങ്ങളോട് ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ലവ് യു എന്നുള്ളതാണ്. ഓക്കെ, അത്രയും ആഴത്തിൽ തന്നെ നിങ്ങളെ പ്രണയിക്കുന്നു. ഐ വോണ്ട് ടു സേ ഐ ലവ് യു. ഓക്കെ, ആൻഡ് ഓക്കെ, ഐ എം ഡ്രീമിങ് അബൌട്ട് യു റൈറ്റ് നൗ, ഫീലിംഗ് സോ ക്ലോസ്. ഇപ്പോൾ നിങ്ങളോട് കൂടുതലായിട്ട് അടുത്തിരിക്കുന്നതായിട്ട് അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ട്. എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് വ്യക്തമാവുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം ഇൻ ലവ് വിത്ത് യു എന്നുള്ളതാണ്. നിങ്ങളായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് അവരെടുക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ആ ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, ഇപ്പോൾ അവരുടെ മനസ്സ് അത്രയും അശാന്തമായിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനായിട്ട് അവർ സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ്, ഐ വോണ്ട് ടു ഗ്രോ ഓൾഡർ വിത്ത് യു. ഓക്കെ, നമ്മുടെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും ആ ഒരു പ്രണയത്തിന് ഒരിക്കലും ഒരു എക്സ്പയറി ഡേറ്റ് ആർക്കും കൊടുക്കാൻ കഴിയില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. എത്ര വൈകിയാലും എത്ര നാൾ നിങ്ങൾ ഡിസ്റ്റൻസിൽ പോയാലും അതിനൊന്നും ഒരിക്കലും ഒരു കോട്ടം തട്ടുകയില്ല എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഐ ആം ദി ലക്കിയസ്റ്റ് പേഴ്സൺ, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ്. അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളെ നേടിയെടുത്തതാണ് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അവർ
കാണുന്നത്. ഓക്കെ, ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ ആം വിത്ത് യു. അവർ പറയുന്നത് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ്. ഓക്കെ, ആൻഡ് ദെൻ ഐ വോണ്ട് ടു കം ക്ലോസർ സ്പെൻഡ് ടൈം വിത്ത് യു. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരുപാട് അടുത്ത് ഇടപഴകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമീപ്യം തന്നെയാണ് അവർ കൂടുതൽ ചിന്തിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. മേ ബി അവരിനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ ഒരു റിപ്ലൈ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. അതായത് അവരുടെ ഭാഗത്ത് നിന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. അത്രത്തോളം അതായത് നിങ്ങളിപ്പോൾ മേ ബി അവരുമായിട്ട് നല്ല ക്ലോസ് ആയിട്ടിരുന്നിട്ട് പെട്ടെന്നായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായില്ല. അതിന് കാരണം ചിലപ്പോൾ ആ വ്യക്തി തന്നെയായിരിക്കാം. പക്ഷെ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളിങ്ങനെ അവരിൽ നിന്ന് അകന്നു പോകുമെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് അതായത് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ അവർക്കത് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു തടസ്സം, ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല. അവർക്കതിങ്ങനെ ആ ഒരു ഇമോഷണൽ ബാഗേജസ് ആയിട്ട് ഇങ്ങനെ അവരുടെ മനസ്സിൽ തളം കെട്ടി കിടക്കും എന്നൊക്കെ പറയില്ലേ. ദുഃഖം ഇങ്ങനെ എന്താണ് ഒഴുകിപ്പോകാതെ ഇങ്ങനെ അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ, ആ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ ആണെന്നെങ്കിൽ ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആൻഡ് എപ്പോഴും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു ചിത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ചിരിച്ചിട്ടുള്ള മുഖം തന്നെയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണുള്ളത്. ഒരിക്കലും പോലും നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് അവർ പറയുകയാണ്. കാരണം അവർക്ക് കുറേയധികം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ തന്നെ ഉണ്ട്. അതുപോലെ അവർക്ക് പ്രവർത്തിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവരുടെ ലൈഫിലുണ്ട്. പക്ഷെ അതൊന്നും കാര്യമായിട്ട് തന്നെ നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവർ മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. അതിലും അവരുടെ തെറ്റുണ്ട്. കൂടുതൽ ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അവരെ മനസ്സിലാക്കുമായിരുന്നു. ഓക്കെ, ആൻഡ് യെസ്, ലുക്കിംഗ് അറ്റ് യു, ടോക്കിംഗ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ. നിങ്ങളെ നോക്കിയിരിക്കാൻ, നിങ്ങളോട് സംസാരിച്ചിരിക്കാനൊക്കെയാണ് അവർക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത്. അവരുടെ സന്തോഷമൊക്കെ നിങ്ങളിലാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇങ്ങനെ എൻഡായിപ്പോയി, അതായത് റിലേഷൻഷിപ്പ് രണ്ടുപേര് രണ്ടറ്റത്ത് ആയിപ്പോയി എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതാകരുത് എന്നവർ ചിന്തിക്കുകയാണ്. അതായത് ഒരിക്കലും ഇത് ഒരു അവസാനമായിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചു, അത് അവസാനിച്ചു എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു മനസ്സ് ആ വ്യക്തിക്കില്ല. മേ ബി അത് നിങ്ങൾക്കും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് എല്ലാം എൻഡായി പോയി എന്നുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. പക്ഷേ ഈ വ്യക്തി അത് ആഗ്രഹിക്കുന്നില്ല. മേ ബി നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി ചിന്തകൾ പോകുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഇതിങ്ങനെ എൻഡാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.